യമനിലെ ഇറാൻ അനുകൂല ഹൂതി വിമതരും സൗദിയും തമ്മിലുള്ള സംഘർഷം വഷളാവുകയാണ്. ബാബൽ മന്ദബ് അടച്ചുപൂട്ടും എന്ന ഭീഷണി. ചെങ്കടലിലെ അതീവ നിർണായക കപ്പൽപാതയായ ബാബൽ മന്ദബ് ഇടുക്ക് അടച്ചുപൂട്ടുമെന്ന് യമന്റെ ഭീഷണി വന്നിരിക്കുന്നു. യമന് നേരെ സൗദി അറേബ്യ നടത്തുന്ന വ്യോമാക്രമണങ്ങൾ ഇങ്ങനെ തുടരുകയാണ് എങ്കിൽ കടുത്ത നടപടിയിലേക്ക് നീങ്ങും എന്നാണ് ഇറാന്റെ പ്രസ് ടിവി പുറത്തുവിട്ട വീഡിയോയിലൂടെയുള്ള മുന്നറിയിപ്പ്. യമനിലെ ഇറാൻ പിന്തുണയുള്ള ഹൂതി വിമതരും സൗദി അറേബ്യയും അമേരിക്കയും ഉൾപ്പെട്ട ഈ സംഘർഷം കൂടുതൽ വഷളാകുന്നതിന്റെ ഭാഗമായാണ് ചെങ്കടലിലെ ബാബൽ മന്ദബ് അടച്ചുപൂട്ടും എന്ന പുതിയ ഭീഷണി പുറത്തു വന്നിരിക്കുന്നത്. US ഇസ്രായേൽ ഇറാൻ യുദ്ധ പശ്ചാത്തലത്തിലാണ് ഈ നീക്കം. തങ്ങൾക്ക് നേരെ സൗദി അറേബ്യ ആക്രമണം തുടർന്നാൽ ബാബൽ മന്ദബ് പാത അടയ്ക്കുമെന്നും ഇതോടെ ആഗോള വിപണിയിൽ എണ്ണവില ബാരലിന് $200 ഉയർന്നേക്കുമെന്നുമാണ് യമന്റെ മുന്നറിയിപ്പ്. ബാബൽ മന്ദബ് കടലിടുക്കിൽ ഇറാന് നേരിട്ട് നിയന്ത്രണമില്ല. പക്ഷേ സ്വന്തം തീരത്തുനിന്ന് ഏറെ ദൂരെ ആയതിനാൽ അത്തരമൊരു നിയന്ത്രണം സാധ്യവുമല്ല. പരോക്ഷമായും അസാധാരണമായ രീതികളിലൂടെയും അവിടെ ഗുരുതര പ്രശ്നങ്ങൾ സൃഷ്ടിക്കാൻ ഇറാന് സാധിക്കും എന്നത് ഒരു ഭീഷണി തന്നെയാണ്. യമനിലെ ഹൂതി വിമതരുമായുള്ള സഖ്യമാണ് ഇറാന്റെ ഏറ്റവും വലിയ കരുത്ത്. ബാബൽ മന്ദബിന് തൊട്ടടുത്തുള്ള തന്ത്രപ്രധാനമായ പ്രദേശങ്ങൾ ഹൂതി നിയന്ത്രണത്തിലാണ്. ഇതിനോടകം അവർ കപ്പലുകളെ ആക്രമിക്കാൻ കപ്പൽവേധ മിസൈലുകൾ, ഡ്രോണുകൾ, കടൽ മൈനുകൾ തുടങ്ങിയവ ഉപയോഗിക്കാറുമുണ്ട്. ഇറാന്റെ നേരിട്ടുള്ള സാന്നിധ്യമില്ലാതെ തന്നെ സഖ്യകക്ഷികൾ വഴി ഈ കടലിടുക്കിൽ കനത്ത സമ്മർദ്ദം സൃഷ്ടിക്കാൻ ഇറാന് സാധിക്കും. ഇന്ധന വിപണി തകരുമെന്നും പല രാജ്യങ്ങളും പട്ടിണി മുന്നിൽ കാണേണ്ടി വരുമെന്നും ഇറാന്റെ പ്രസ് ടിവി പുറത്തുവിട്ട വീഡിയോയിൽ വ്യക്തമാക്കുന്നുണ്ട്. ആഗോള എണ്ണ കയറ്റുമതിയുടെ കണക്കെടുത്താൽ അതിന്റെ ഏകദേശം 20% കടന്നുപോകുന്ന വളരെ പ്രാധാന്യമുള്ള തന്ത്രപ്രധാന പാതയാണിത്. എന്നാൽ ഈ ഭീഷണിയെ തുടർന്ന് സൗദി അറേബ്യ ഈ പാതയിലൂടെയുള്ള തങ്ങളുടെ എണ്ണ കയറ്റുമതി താൽക്കാലികമായി നിർത്തിവെക്കുകയും അമേരിക്കയുടെ പിന്തുണയുടെ സൈനിക സാന്നിധ്യം ശക്തമാക്കുകയും ചെയ്തിട്ടുണ്ട്. പാത അടച്ചുപൂട്ടാനുള്ള സാധ്യത വർദ്ധിച്ചതോടെ ആഗോള എണ്ണ വിതരണത്തിൽ കടുത്ത പ്രതിസന്ധി ഉണ്ടാകും എന്ന ആശങ്കയിലാണ് വിപണി. സെപ്റ്റംബർ അവസാനത്തോടെ ഈ കപ്പൽ പാത അടയ്ക്കപ്പെടാനുള്ള സാധ്യത നിലവിലെ വിപണി വിലയിരുത്തലുകൾ അനുസരിച്ച് ഒരാഴ്ച മുൻപുണ്ടായിരുന്ന 8% നിന്നും 18% ഉയർന്നിട്ടുണ്ട്. ഹുതി സൈന്യം, ഇറാന്റെ IRGC, US നേവി ഇവരുടെ അടുത്ത നീക്കങ്ങൾ വളരെ നിർണായകമാണ്. കപ്പലുകൾ മുക്കുകയോ അല്ലെങ്കിൽ കൂടുതൽ സൈനിക വിന്യാസങ്ങൾ ഉണ്ടാവുകയോ ചെയ്താൽ പ്രതിസന്ധി ഇനിയും രൂക്ഷമാകുമെന്ന കാര്യത്തിൽ സംശയമില്ല. നിലവിൽ ഉപഗ്രഹ ചിത്രങ്ങളും ഔദ്യോഗിക പ്രസ്താവനകളും രാജ്യങ്ങൾ നിരീക്ഷിച്ചു വരികയാണ്. അതേസമയം നയതന്ത്രപരമായ ശ്രമങ്ങളോ സംഘർഷം ലഘൂകരിക്കാനുള്ള നീക്കങ്ങളോ ഉണ്ടായാൽ മാത്രമേ ഈ വിപണി ആശങ്കയ്ക്ക് ആശ്വാസമാകൂ. ഇറാനോ അവരുടെ സഖ്യകക്ഷികളോ കടലിൽ മൈനുകൾ സ്ഥാപിക്കാനുള്ള സാധ്യതയുണ്ട്. ഇവ കണ്ടെത്താൻ വളരെ പ്രയാസമാണ്. നീക്കം ചെയ്യാൻ ഏറെ സമയമെടുക്കും. ഇടുങ്ങിയ കപ്പൽ പാതകളിൽ അതീവ ഫലപ്രദമാണ്. കടലിടുക്കിന്റെ ഏറ്റവും ഇടുങ്ങിയ ഭാഗത്ത് വീതി ഏകദേശം 29 കിലോമീറ്റർ മാത്രമേ ഉള്ളൂ. ഇത് മൈനുകൾ സ്ഥാപിക്കുന്നത് കൂടുതൽ എളുപ്പമാക്കും. യമൻ തീരത്ത് നിന്ന് ശത്രുക്കൾക്ക് കപ്പൽവേധ മിസൈലുകൾ നിക്ഷേപിക്കാനും സാധിക്കും. ഡ്രോണുകൾ ഉപയോഗിക്കാനുള്ള അവസരമുണ്ട്. അതുകൊണ്ട് തന്നെ എണ്ണ ടാങ്കറുകൾ പോലുള്ള പ്രത്യേക കപ്പലുകളെ ലക്ഷ്യം വെക്കാനും സാധിക്കും. ഇതുവഴി കടലിടുക്ക് പൂർണ്ണമായി അടയ്ക്കാതെ തന്നെ സ്ഥിര ഭീഷണി സൃഷ്ടിക്കാനും ഇവർക്ക് സാധിക്കും. മാനസികവും സാമ്പത്തികവുമായ യുദ്ധം ചിലപ്പോൾ ഭയം മാത്രം മതി കാര്യങ്ങൾ തകിടം മറിക്കാൻ. കപ്പൽ കമ്പനികൾ ആഫ്രിക്ക വഴി ദൈർഘ്യമേറിയതും ചെലവേറിയതുമായ പാത തിരഞ്ഞെടുത്തിരുന്നു. ആഗോളതലത്തിൽ എണ്ണവില ഉയരുന്നു. വിതരണ ശൃംഖലകൾ താറുമാറാകുന്നു. കടലിടുക്കിലൂടെ വർഷം തോറും കടന്നുപോകുന്ന കോടിക്കണക്കിന് ഡോളറിന്റെ ആഗോള വ്യാപാരത്തെ ചെറിയൊരു തടസ്സം കൊണ്ടുപോലും നിശ്ചലമാക്കാൻ സാധിക്കും. ഹോർമൂസിലും ബാബൽ മന്ദബിലും ഒരേ സമയം ഗതാഗതം തടസ്സപ്പെട്ടാൽ ആഗോള എണ്ണ വിതരണത്തിന്റെ വലിയൊരു ഭാഗം നിലയ്ക്കും എന്നത് കടുത്ത ആശങ്ക തന്നെയാണ്. ലോക സാമ്പത്തിക വ്യവസ്ഥ തന്നെ പ്രതിസന്ധിയിലാകും. ആധുനിക യുദ്ധതന്ത്രങ്ങളിൽ ഒരു പ്രദേശം പിടിച്ചടക്കുന്നതിനേക്കാൾ പ്രധാനം എന്ന് പറയുന്നത് അവിടുത്തെ പ്രവർത്തനങ്ങൾ സ്തംഭിപ്പിക്കുക എന്നതാണ്. ആ ഒരു ലക്ഷ്യം വെച്ച് തന്നെയാണ് ഇപ്പോൾ ഇറാന്റെയും ഹൂതി വിമതരുടെയും നീക്കം എന്നത് കൂടുതൽ ആശങ്ക ഈ മേഖലയിൽ സൃഷ്ടിക്കുകയാണ്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.